അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നല്ലൊരു കൈയുടെയോടുകൂടി സഞ്ജീവനി എന്ന എല്ലാ ബ്രാൻഡുകളുടെയും ആ കൂടിയോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യാണ്. The one and only, the most dashing, the most dynamic, the most powerful personality in this room right now. ഈ 4-5 പ്രോഡക്റ്റ് വെച്ചിട്ട് ആർസിഎമ്മില് 7 തലമുറ എന്ന് പറഞ്ഞല്ലേ, ഞാൻ ഒരു ചെറിയ കണക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. ചെറിയൊരു കണക്ക്. ഇന്നിപ്പോ വെളിച്ചെണ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ വില കയറി നിൽക്കുന്ന സമയം. ഹലോ, ഏറ്റവും ഫീൽഡ് ഇങ്ങനെ പൊട്ടൻഷ്യലായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ഹലോ, എന്താണ് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയുമല്ലോ ഇംഗ്ലീഷില്. അതായത് ഇരുമ്പ് ചൂടായി നിൽക്കുമ്പോൾ വേണം അടിച്ചു പരത്താൻ. ഇപ്പം ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സമയമാണ് ആർസിഎം എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയ്ക്ക് 500, ഹെൽത്ത് കാർഡ് ഓയിലിന് 200. ഈ സമയം നമ്മൾ ആർസിഎം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്നാ ചെയ്യാൻ പറ്റും? ഇതാണ് റൈറ്റ് ടൈം. ഒരു ബോക്സ് എണ്ണയായിട്ട് രാവിലെ ഇറങ്ങാം, തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും 12 ജോയിനിങ്. കാരണം അതിന് ഒരു ബോക്സിൽ 12 എണ്ണയുണ്ട്. ഒരു ചെറിയ കണക്ക്, കേരളത്തിൽ ഏതാണ്ട് 2 കോടിയോളം ഫാമിലീസ് ഉണ്ട്. 3.5-4 കോടി 4.5 കോടിയോളം ആളുകളുണ്ട്. അപ്രോക്സിമേറ്റ്ലി 2 crores, അതിൽ കൂടുതൽ ഉണ്ടാവാം. 2 കോടിയോളം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ഒരു കുടുംബത്തിന് എത്ര ലിറ്റർ എണ്ണ വേണ്ടി വരും? 4 ലിറ്റർ, 5 ലിറ്റർ, 6 ലിറ്റർ. വിളക്കിലും കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ലിറ്റർ എണ്ണ വേണം. ഓക്കെ, ഞാൻ പറഞ്ഞ 2 ലിറ്റർ എടുക്കുന്നു. 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 400 രൂപ. ഹലോ ഹലോ, 2 കോടി ഫാമിലീസ് 400 രൂപ എന്ന് പറഞ്ഞാൽ 400 രൂപ എന്ന് പറഞ്ഞാൽ 800 കോടിയുടെ ബിസിനസ്. 800 കോടിയുടെ ബിസിനസ് നമുക്ക് വെറും 2 ലിറ്റർ എണ്ണ ഒരു കുടുംബത്തിൽ കേരളത്തിൽ കൊടുത്താൽ നമുക്ക് ആർസിഎം ചെയ്യാം. ഞാൻ 4 ലിറ്റർ എടുത്തില്ലേ, 5 ലിറ്റർ എടുത്തിട്ടില്ല. ചില ആളുകൾക്ക് ഫുൾ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവര് പോയിട്ട് പുറത്തുനിന്ന് വെളിച്ചെണ്ണ എണ്ണയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വിളക്കിനൊഴിക്കും. ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് മേത്ത് തേച്ച് കുളിക്കും. ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വേറെ പല കാര്യങ്ങൾക്ക് പോയിട്ട് ഉപയോഗിക്കും. ആർസിഎമ്മിൽ നിന്ന് മാത്രം 2 ലിറ്റർ, അതും അപ്ലൈനിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ.
2 ലിറ്റർ എണ്ണ മാത്രം ഒരു കുടുംബം ഉപയോഗിച്ചാൽ 800 കോടി. ഒരാൾക്ക് ഡയമണ്ട് ആവാൻ എത്ര കോടി വേണം? 100 കോടി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഡയമണ്ട് ആവാം. അപ്പോൾ ഏതാണ്ട് 8 മുതൽ 10 ഡയമണ്ട്സ് ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ 2 ലിറ്റർ എണ്ണ ഒരു കുടുംബത്തിൽ കൊടുത്താൽ ഏതാണ്ട് ഒരു 40-50 ലക്ഷം രൂപ മന്ത്രി മാസ വരുമാനം വാങ്ങുന്ന ഒരു 10 പേരെ RCMൽ വരാൻ എണ്ണ മാത്രം മതി. അപ്പോഴാണ് 5-6 പ്രോഡക്റ്റുള്ള സ്ഥലത്ത് 7 ജനറേഷൻ. ഒറ്റ പ്രോഡക്റ്റ് വെച്ചിട്ട് 7 തലമുറ മുന്നോട്ട് പോകും. ഈ 800 കോടി ഇന്ന് കേരളത്തിൽ ഏതാണ്ട് ഒരു 10-20,000 കോടിയുടെ ബിസിനസ് മേ ബി പല എണ്ണകൾ ചെയ്യുന്നുണ്ടാവാം. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഓയിൽ എല്ലാം കൂടി 10-20,000 കോടിയുടെ ബിസിനസ് ഉണ്ടാവും. അതിനകത്ത് എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും? ഹലോ, എത്ര വരും? ഒന്നും വരില്ല. കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ആ കാശ് കൊണ്ട് വലിയ കോടീശ്വരന്മാരായേക്കാം. എന്നാൽ ഈ പരിപാടിക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നും 50% നമ്മൾ RCM ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമ്മുടെ വീടുകളിലേക്ക് TC ഛബ്രാജി തിരിച്ചു തരും. ദാറ്റ് ഈസ് 400 crores നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. 400 കോടി. അതിനെ നേരത്തെ അവര് മിനിസ്റ്റർ പറഞ്ഞ പോലെ 2 ലക്ഷം കോടിയിലേക്കും 10 ലക്ഷം കോടിയിലേക്കും ഒക്കെ ബിസിനസ് കയറുന്ന സമയത്ത് അതിന്റെ 50% നമുക്ക് എല്ലാവർക്കും കൂടി പിരിച്ചു തരാനുള്ളതാണ്. ബിഗ് മണി, ഒരൊറ്റ പ്രോഡക്റ്റ്. അങ്ങനെ ഇതേ സെയിം കണക്ക് നമുക്ക് പേസ്റ്റിൽ കാണിക്കാം, ചായപ്പൊടിയിൽ കാണിക്കാം, മുളക് പൊടിയിൽ കാണിക്കാം, ആട്ടപ്പൊടിയിൽ കാണിക്കാം. ഈ സെയിം കണക്ക് കേരളത്തിലെ മാത്രം. കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് 4 ഇരട്ടി. കാരണം ഇവിടത്തേക്കാൾ 4 ഇരട്ടി കുടുംബങ്ങളാണ് തമിഴ്നാട്ടിൽ, ഇതിന് 4 ഇരട്ടി കുടുംബങ്ങളാണ് കർണാടകയിൽ, ഇതിന് 4 ഇരട്ടി കുടുംബങ്ങളാണ് തെലുഗു നാടുകളിൽ, ഇതിന്റെ കാളും 10 ഇരട്ടി കുടുംബങ്ങളാണ് UPയിൽ. വെറും കേരളത്തിൽ നമുക്ക് എണ്ണ വെച്ച് മാത്രം 10 ഡയമണ്ട്സിനെ ഉണ്ടാക്കാം. 10 ഡയമണ്ട്സ് ഒള്ളി എണ്ണ. അതിന് ഇപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ ടൈം. ഇന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബോക്സ് എണ്ണ ആദ്യം പർച്ചേസ് ചെയ്യണം. ഒരു ബോക്സ് എണ്ണ വാങ്ങാം. ആ 12 എണ്ണയും കൊടുത്ത് അവരെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് പോകാൻ. തയ്യാറാണോ? തയ്യാറായ ആൾക്കാർക്ക് ഒന്ന് എണ്ണീച്ച് തന്നിട്ട് യേസ് ഒന്ന് ആകാശത്തേക്ക് നോക്കി പറയും. എണ്ണിക്കാതെ കുറെ ആൾക്കാർ ഇനിയും ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് എണ്ണിപ്പിച്ചു വിടൂ. അതാണ് നമ്മളെ ഡ്യൂട്ടി. ഓക്കെ, താങ്ക് യു. ഇരുന്നോളൂ. 50%. അതായത് നമ്മള് ഇന്ന് ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി നമ്മൾ എൻകാഷ് ചെയ്യണം. അവസരങ്ങൾ. ഇനിയിപ്പോ വെളിച്ചെണ്ണയുടെ 500 രൂപയിൽ നിന്നും അത് 400ലേക്ക് വരാനും 400-ൽ നിന്നും അത് 300ലേക്ക് വരാനും ഒക്കെ സമയമെടുക്കും. ഈ ടൈമിൽ നമ്മൾ മാക്സിമം വീടുകളിലേക്ക് അപ്രോച്ച് ചെയ്യണം. 500 രൂപ കൊടുത്ത ഒരാൾ വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആയിരിക്കുന്നതിൽ വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഹലോ, നോ ഗ്യാരണ്ടി. 500 രൂപ കൊടുത്ത് ഞാൻ വെളിച്ചെണ്ണ വാങ്ങിയാലും സൺഫ്ലവർ ഓയിൽ വാങ്ങിയാലും കടുകെണ്ണ വാങ്ങിയാലും കടലയെണ്ണ വാങ്ങിയാലും അത് ഒറിജിനൽ ആണെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. പല ബ്രാൻഡ് ഓഫ് എണ്ണകളും മാർക്കറ്റിൽ ഇന്ന് പിടിക്കുന്നു. അതിനെതിരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ കേസെടുക്കുന്നു, പലതും ചെയ്യുന്നു. നമ്മളെ RCM ഔട്ട്ലെറ്റുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് RCMന്റെ എണ്ണയും പലരും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ കൊണ്ടുപോയ ആൾക്കാർ ആരും തിരിച്ചു വന്നിട്ടില്ല. കൊണ്ടുപോയ ആൾക്കാർ തിരിച്ചു വരാൻ അതൊന്നും കണ്ടുപിടിക്കാനില്ല. 4 പ്രാവശ്യം ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് അത് മെഷീനിലേക്ക് കയറുന്നത്. 4 ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മെഷീനുള്ളിൽ കയറുന്നു. മെഷീൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞ് എണ്ണ കഴിഞ്ഞതിന് ശേഷം 4 ടെസ്റ്റിംഗ് കൂടി കഴിഞ്ഞിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അത്രയ്ക്കും ശുദ്ധമാണ് എന്ന് ഉറപ്പ് വരുത്തിയ എണ്ണയാണ് നമുക്ക് പാക്ക് ചെയ്ത് ഹെൽത്ത് കാർഡ് ഓയിൽ വെറും 200 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ഓൺലി ഫോർ 200 rupees. ഒറിജിനൽ ആണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മളൊരു എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് കേരളത്തിൽ സ്റ്റേറ്റിന് കൊടുക്കേണ്ട GST, സെൻട്രലിന് കൊടുക്കേണ്ട GST, അതെല്ലാം പേ ചെയ്ത GST ബില്ലോട് കൂടിയിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നു. RCM
Make sure that you are getting original product. ആർസിമിന് വേണ്ടിയിട്ട് ഒരു ജയാർസിയും കൊടുക്കാവോ? ഒന്നും കൂടി കൊടുക്കാവോ? ഒന്നും കൂടി ശക്തമായിട്ട് കൊടുക്കാവോ? അതാണ് ആർസിയം. ഒറിജിനൽ. നമ്മളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുകയാണ്. ഒറിജിനലാണ് കിട്ടുന്നത്. ആ ഒറിജിനൽ പ്രോഡക്റ്റ് വാങ്ങുന്നത് വഴി അതിന്റെ 50% നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിക്കോളും. നമ്മളെ പണി, നമ്മൾക്ക് രണ്ട് വർക്കേ ഉള്ള ആശയം. യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ എല്ലാവരോടും പറയാം. ഇന്ന് 12 ലിറ്റർ ഒരു ബോക്സ് എണ്ണ വാങ്ങുന്നു. എനിക്കത് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ ഇന്ന് ഒരു 12 പേരോടെങ്കിലും പറഞ്ഞിട്ട് ഇന്ന് വിട്ടു പോകുന്നുള്ളൂ. ദാറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ്. ആസിമിന് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് വേണം. വെറുതെ ഞാൻ ആർസിഎമ്മിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ അപ്ലൈനിന്റെ ബാക്കിൽ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എൻ്റെ അപ്ലൈൻ വന്നില്ല, എൻ്റെ അപ്ലൈൻ ബിസ്ക്കറ്റ് തീറ്റിച്ചില്ല, എൻ്റെ അപ്ലൈൻ ചായ കുടിപ്പിച്ചില്ല, എൻ്റെ അപ്ലൈൻ കുളിപ്പിച്ചില്ല, ഉറക്കിയില്ല, താരാട്ട് പാടിയില്ല. പലരും ഇങ്ങനെ അപ്ലൈനെ നോക്കി ഇങ്ങനെ ഇരിക്കുക, വേറെ താരാട്ട് കേൾക്കാൻ വേണ്ടി. ചെറിയ പിള്ളേരാ, പിഞ്ച് മക്കള്. ആരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ കരയുന്ന പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പഠിക്കും, അവരെ ഉറക്കും. ചെറിയ പിള്ളേര്. അപ്ലൈൻ എന്തിനാ എനിക്ക് ഈ അപ്ലൈൻ ഇതുവരെ എനിക്ക് മനസ്സിലാക്കില്ല. പല്ല് തേക്കാൻ അപ്ലൈൻ വേണ്ട, കുളിക്കാൻ അപ്ലൈൻ വേണ്ട, തുണി കൊടുക്കാൻ അപ്ലൈൻ വേണ്ട. എന്ത് കല്യാണം കഴിച്ചിട്ട് ഹണിമൂണിന് പോലും അപ്ലൈനെ കൂട്ടിയിട്ടില്ല. ആ കാലത്താണ് അവിടെ അപ്ലൈനെ നോക്കി നടക്കുന്നത്. റൈറ്റ്. ബിക്കം ഇൻഡിപെൻഡന്റ്. നമ്മള് ആർസിഎമ്മിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ? അർജുൻ ഒരു പ്രത്യേക രീതി. അർജുൻ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം കഴിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ സ്റ്റാർ എംബ്രാൾഡ്, എന്തായാലും സ്റ്റാർ എംബ്രാൾഡ്. ഈ ഒരു കണക്ക് പിടുത്തം കിട്ടിയോ? ഇതെല്ലാവർക്കും പിടുത്തം കിട്ടുമോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. അതാണ് ആർസിഎം ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കാനാ പ്രയാസം. ഒരൊറ്റ പ്രോഡക്റ്റ് വെച്ച് 400 കോടിയുടെ വരുമാനം അവിടെ കിടക്കുക, പൊട്ടൻഷ്യൽ. ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് അതിന്റെ നമ്മുടെ എണ്ണയെക്കാളും 2.5-3 ഇരട്ടി വിലയാണ്. മനസ്സിലാക്കാനാ പ്രയാസം. നമുക്ക് മനസ്സിലായാലേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ആർസിഎമ്മില് നമുക്ക് 2 ക്വാളിറ്റി ആസ് എ ലീഡർ. ഇന്ന് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണല്ലോ. ലീഡേഴ്സിന് വേണ്ട 2 ക്വാളിറ്റീസ്. നമ്പർ 1 ഞാൻ നേരത്തെ പറഞ്ഞു, യു ഷുഡ് സ്റ്റേ ആസ് എ പില്ലർ. ഉരുക്ക് പോലെ ഉറച്ചു നിൽക്കണം. സാഹചര്യങ്ങള് നമുക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇന്നുള്ള പ്രശ്നങ്ങൾ നാളെ ഉണ്ടാവില്ല, നാളത്തെ പ്രശ്നങ്ങളായിരിക്കില്ല മറ്റന്നാൾ. പണ്ട് കാലത്ത് നടക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ചെരുപ്പ് കണ്ടുപിടിച്ചപ്പോൾ ആ നടക്കാൻ പണ്ടത്തെ ബെയർ ഫുട്ടിലുള്ള നടത്തം ഒഴിവായി കിട്ടി. ചെരുപ്പ് കണ്ടുപിടിച്ചപ്പോൾ പിന്നെ ചെരുപ്പ് കൊണ്ട് നടക്കാൻ ദൂരം കൂടുതലാണ്. പിന്നീട് ചക്രം കണ്ടുപിടിച്ചു. ചക്രം ഉരുട്ടി പോകാൻ വേണ്ടി ബുദ്ധിമുട്ടായി. പിന്നെ വണ്ടി കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് 2 വീലറായി, പിന്നെ 4 വീലറായി, പിന്നെ അത് 6 വീലറായി, 8 വീലറായി, 10 ആയി. പിന്നെ ട്രെയിൻ കണ്ടുപിടിച്ചു. ചക്രങ്ങളായി. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭൂമി കൂടി മാത്രം പോയാൽ പോരാന്ന് മനസ്സിലാക്കി. പിന്നെ എന്ത് കണ്ടുപിടിച്ചു? ബയ്യർ കണ്ടുപിടിച്ചു, സമയം കൂടുതൽ. അങ്ങനെ നമുക്ക് ഇന്നുള്ള പ്രശ്നങ്ങൾ മാറി ഇന്നിപ്പം എയർക്രാഫ്റ്റ് ഉണ്ട്. ഇന്നിപ്പോ എയർക്രാഫ്റ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് പോരാ, സ്പീഡ് കൂട്ടണം. ഇന്നിപ്പോ നമുക്ക് ഇവിടെ ഈ ലോകം ഭൂമി മാത്രം പോരാ, എനിക്കിനിപ്പം അടുത്ത ഗ്രഹത്തിലേക്ക് പോകണം. അതാണ് പിന്നെ ഇപ്പുറത്തെ പ്രശ്നം. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ എങ്ങനെ എത്താം? പിന്നെ ഏതാ അടുത്ത ഗ്രഹം? ചൊവ്വയോ? ചൊവ്വയിലേക്ക് എങ്ങനെ എത്താം? തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് എങ്ങനെ പോകാന്നുള്ള പ്രശ്നം സോൾവ് ആയി. ഇപ്പൊ എന്റെ മെയിൻ പ്രശ്നം എങ്ങനെ ചൊവ്വയിലെത്താന്നുള്ളതാണ്. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ടാവും. അതൊക്കെയാണ് ഇപ്പൊ എന്റെ മെയിൻ പ്രോബ്ലം. അപ്പൊ കാലക്രമേണ ഇന്നുള്ള പ്രശ്നങ്ങൾ മാറി നാളെ വേറെ പ്രശ്നങ്ങളായിട്ട് വരും. അപ്പൊ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോ നമ്മൾ എങ്ങനെ നിൽക്കണം? സ്റ്റേ ലൈക്ക് എ പില്ലർ. ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് പല ആളുകളും വന്ന് ഞങ്ങളെ പല രീതിയിൽ വന്ന് കുലുക്കാൻ നോക്കി. അവരൊന്നും കാണാൻ പോലും ഇല്ലല്ലോ. ഞങ്ങൾ ഇന്നൂടെ
ലീഡേഴ്സിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് സ്റ്റേ ലൈക്ക് എ പില്ലർ. അതല്ലെങ്കിൽ പ്രോബ്ലം, ഈ പില്ലർ എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് ചില ആളുകളുടെ ടീം കയറും. ഇവരേതെങ്കിലും വേറെ ഒരെണ്ണം കണ്ട അതിന്റെ പുറകെ പോകും. അങ്ങനെയുള്ള ആളുകളുടെ ടീം കൊളാപ്സ് ആവും. നമ്മൾ ആർസിഎം ബിസിനസ്സിൽ ഒരു ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരല്ല. നമ്മൾ ആർസിഎമ്മിന്റെ ബിസിനസ് ഓണേഴ്സാണ്. ഒരു ടീമിന്റെ ഓണർഷിപ്പ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു ടീമിന്റെ ഓണർഷിപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ആർസിഎമ്മിൽ സൈനപ്പ് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് യു ആർ നോട്ട് സൈനിങ് ആൻഡ് ജോയിനിങ് എ ജോബ്. നമ്മൾ ഒരു തൊഴിലല്ല ജോയിൻ ചെയ്യുന്നത്. യു ആർ ജോയിനിങ് ആസ് എ ബിസിനസ് ഓണർ. ഒരു ടീമിനെ ഒരു 10 പേരെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ 10 പേരുടെ ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അവരുടെ ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അവിടെ ഐ ഹാവ് ടു സ്റ്റേ ലൈക്ക് എ പില്ലർ. ഞാനൊരു ഉരുക്ക് പോലെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ച് വന്ന 10 പേര് വഴിയാധാരോ. അവര് കുറെ ഓടി വന്നതിന് ശേഷം നോക്കുമ്പോൾ ലീഡറൊന്നും കാണാനില്ല. അതിന് നോക്കുമ്പോൾ വേറെ കല്യാണം കഴിച്ച് വേറെ ടീമിന്റെ കൂടെ പോകുന്നു. അപ്പൊ ഈ വന്ന 10 പേര് അകപ്പാടെ ഇങ്ങനെ അങ്കലാപ്പില്ല. ഇനിയിപ്പോ ഞാൻ അയാളെ കൂടെ പോണോ, അയാളെ അച്ഛാന്ന് വിളിക്കണോ, ഇനിയിപ്പോ ഇവിടെ വരുന്ന പുതിയ ആളെ അച്ഛാന്ന് വിളിക്കണോ, ആകെ കൺഫ്യൂസ്ഡ് ആയി. ഹലോ, സ്റ്റേ ലൈക്ക് എ പില്ലർ. രണ്ടാമതായിട്ട് നമ്മൾ ഒരു ലീഡറിന് വേണ്ട രണ്ടാമത്തെ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് ഈസ് ഡോണ്ട് ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ്. ഫോക്കസ് ഓൺ യുവർ ബിസിനസ്. ഫോക്കസ് ഓൺ യുവർ ബിസിനസ്. നമ്മൾ ആർസിഎമ്മിൽ വന്ന് നമുക്ക് 2 തൊഴിലാണ് ആർസിഎം തന്നിരിക്കുന്നത്. നമുക്ക് റെസ്പോൺസിബിലിറ്റി. യൂസ് ഇറ്റ്, പ്രൊമോട്ട് ഇറ്റ്. യൂസ് ഇറ്റ്, ഷെയർ യുവർ എക്സ്പീരിയൻസ്. ലുക്ക് ആഫ്റ്റർ യുവർ ടീം. നിങ്ങളുടെ ടീമിൽ വരുന്ന ആളുകൾക്ക് പ്രൊട്ടക്ഷനും ഗൈഡും സർവീസ് എന്താണ്, ഒരു ലീഡറായിട്ട് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തും കൊണ്ടാണ് 1, 2, 10 ആളുകളെ സ്പോൺസർ ചെയ്തു. ഞാൻ ഇന്ന് ഓപ്പണറായി, ഈഗിളായി, റണ്ണറായി, വിന്നറായി, സ്റ്റാറായി. ആർസിഎമ്മിനെ വിശ്വസിച്ചിട്ടോ TC ചബ്രാജിനെ വിശ്വസിച്ചിട്ടോ സുരേന്ദ്ര ഭട്ട് സാറിനെ വിശ്വസിച്ചിട്ടോ അല്ല അവരൊന്നും വന്നിരിക്കുന്നത്. They all believed on you. You are also an applying for some people. നിങ്ങളുടെ ടീമിലുള്ള ആളുകളുടെ ലീഡേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തർ. നമ്മൾ ഓരോരുത്തരുടെയും ടീമിൽ ഉണ്ട്. അതല്ലാണ്ട് ലീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ രാജൻ സാർ അല്ല. ലീഡർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഗിരീഷ് സാർ അല്ല. വി ആർ ഓൾ ലീഡേഴ്സ്. ഒരാളെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡൗൺലൈനിൽ ഒരാളെങ്കിലും ജോയിൻ ചെയ്തിട്ടെങ്കിൽ യു ആർ എ ലീഡർ. എത്ര കുട്ടികളെ പെട്ടാലാണ് ഒരാളെ അമ്മ എന്ന് വിളിക്കുക? ഒരാൾ അച്ഛനാവണമെങ്കിൽ എത്ര കുട്ടികൾ വേണ്ടി വരും? ഹലോ, ഒരാൾ മതി. സോ യു ടു ബിക്കം എ ലീഡർ യു നീഡ് നോട്ട് ടു ഗെയിൻ അപ്പ് ഇൻ ഒരു ഓപ്പണറോ ഈഗിളോ ഒന്നും ആവേണ്ട നിർത്തുന്നില്ല. ഇഫ് യു ആർ സ്പോൺസറിങ് ഒറ്റ ആൾ നിങ്ങൾ താഴെ ഉണ്ടോ, യു ആർ എ ലീഡർ. യു ആർ റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ ഫോർ വാട്ട്? റെസ്പോൺസിബിൾ ഫോർ വാട്ട്? നിങ്ങളുടെ കൂടെ നിങ്ങളെ വിശ്വസിക്കുന്ന ആ ഒരാളുടെ വളർച്ച. അയാളെ സ്റ്റാറിൽ കൊണ്ടുവരും, അയാളെ റോയൽറ്റി കൊണ്ടുവരും. പകൽ അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് യുവർ ടൈം. അല്ലാണ്ട് 10 പേരെ പിടിച്ചു ചേർത്തിട്ട് രാജൻ സാറേ എന്ന് വിളിക്കരുത്. പ്രൊട്ടക്ട് ദം, ഗിവ് സർവീസ്. അത് കൊടുക്കാൻ കഴിവില്ല, കരയുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് സ്പോൺസർ. ഹലോ, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഓക്കെ, കല്യാണം കഴിക്കണ്ട. ആർസിഎമ്മില് പ്രോഡക്റ്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒക്കെ വാങ്ങാം. വല്ല ഓയിലോ ഗോതമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൂരിയോ ചപ്പാത്തിയൊക്കെ തിന്നാം. സ്പോൺസർ ചെയ്യാൻ പോയി. സ്പോൺസർ ചെയ്താൽ യുവർ റെസ്പോൺസിബിലിറ്റി സ്റ്റാർട്ട്സ്. സ്റ്റോപ്പ് ക്രൈം. കരച്ചിൽ നിർത്താം. സ്റ്റാർട്ട് വർക്കിംഗ്. ടേക്ക് ചാർജ്. ബിഹേവ് ലൈക്ക് എ ലീഡർ. ഒരു ലീഡറിനെ പോലെ ബിഹേവ് ചെയ്യണം. ഡോണ്ട് ബിഹേവ് ലൈക്ക് എ ചൈൽഡ്. കുട്ടികളെ പോലെ അപ്ലൈ മാന്തി എന്നെ നുള്ളി എന്നൊക്കെ ചെറിയ UKG LKG പിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യാം. എന്താ മോനെ ഇപ്പൊ നീ അപ്ലൈനായിട്ട് സംസാരിക്കാത്ത? അപ്ലൈൻ്റെ നുള്ളി, അവനെന്നെ പിച്ചി, സാർ അവനെ തോണ്ടി. എന്താ ഇപ്പൊ അപ്ലൈനായിട്ട്? ശരിയില്ല.
നമുക്ക് ഇന്നൊരു ഫാക്ട് മനസ്സിലാക്കിക്കോളൂ. നമ്മൾക്ക് നമ്മളുടെ മുന്നിലുള്ള ഒരാളെ ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ നിങ്ങളിലുള്ള ഏതോ ഒരു മോശമായ കാര്യം നിങ്ങൾ അവരിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുകയാണ്. ഹലോ, നിങ്ങൾക്ക് എനിക്കിപ്പോ ഒരാളെ ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ എന്നിലുള്ള എന്തോ ഒരു പോരായ്മ ഞാൻ അയാൾ കാണുക, അതെനിക്കിഷ്ടമല്ല. എനിക്ക് ഇല്ലാത്ത ഒരു കഴിവ് ഞാൻ അയാളിൽ കണ്ടാൽ എനിക്ക് സന്തോഷമാണ്. ഐ വിൽ ബി ഹാപ്പി. എന്നിലുള്ള എന്തോ ഒരു കുറവ് കാരണമാണ് എൻ്റെ അതേ കുറവ് ഞാൻ എൻ്റെ അപ്ലൈനിൽ കാണുക. എന്നിട്ട് ഞാനത് വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ്, എന്ത് എൻ്റെ അപ്ലൈൻ ശരിയില്ല. അതിന് മീനിങ് എന്താ? എന്നിലുള്ള എന്തോ ഒരു മൈനസ് എൻ്റെ അപ്ലൈനിലുണ്ട്. ട്രീറ്റ്മെന്റ് ആർക്കാ വേണ്ടേ? ആരാണ് അണ്ടർഗോ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ്? ആരാ നായ കടിച്ച്? ട്രീറ്റ്മെന്റ് അയാൾക്കാണ് ആവശ്യം. ഇഫ് യു ആർ നോട്ട് ടോക്കിംഗ് വിത്ത് യുവർ അപ്ലൈൻ, ഗെറ്റ് ട്രീറ്റഡ്. ഇമ്മീഡിയറ്റ് അഡ്മിറ്റ് ആയിക്കോളും. ഗിരീഷ് സാറിന്റെ അടുത്ത് കൊണ്ടുവരിക. ഒരു കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. ഗിരീഷ് സാറിന്റെ അടുത്ത് മരുന്നുണ്ട്, അദ്ദേഹം വേണ്ട ഇഞ്ചക്ഷൻ വേണ്ട സ്ഥലത്ത് കൊടുത്തോളൂ. ആ ഇഞ്ചക്ഷൻ കിട്ടുന്നതോടുകൂടി മൂപ്പർ പറയും അതുവരെ ഇല്ലാത്ത എല്ലാം അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ തുടങ്ങും. ദാറ്റ് ഈസ് വൈ ഇൻ ലീഡർഷിപ്പ് കൗൺസിലിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോ നമ്മൾ പൊളിറ്റിക്സിലല്ല ഇൻവോൾവ് ചെയ്യേണ്ടത്. യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ business. Don't involve in politics. Don't involve in politics. Politics in involve ചെയ്താൽ problems ഉണ്ടെങ്കിൽ you will waste your time. നമ്മൾ മറ്റുള്ളവരെ ഫോക്കസ് ഓൺ യുവർ ബിസിനസ് ആൻഡ് ഫോക്കസ് ഓൺ ഓൺലി യുവർ ബിസിനസ്. പലർക്കും മറ്റുള്ളവരുടെ ബിസിനസ്സിലാ താല്പര്യം. അയാളുടെ ബിസിനസ് എങ്ങനെയുണ്ട്, നടക്കുന്നുണ്ടോ? ഹേ ബൈ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നോക്കും. ലുക്ക് ഓൺ യുവർ ബിസിനസ്. അതാകെ കുളമായിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് മറ്റൊരു ഇനി അയാളുടെയും കൂടി കുളമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. എന്റെ വീട്ടിൽ കറണ്ട് പോയാൽ ഞാൻ നേരെ എന്റെ വീട്ടിൽ എന്നാ കറണ്ട് ഫ്യൂസ് പോയതാണെന്ന് നോക്കുക. പുറത്തേക്ക് ഇറങ്ങി നോക്കും, അവിടെ പോയി ഇവിടെ പോയി എല്ലാം ഓക്കെ. ഇവന്റെ ബിസിനസ്സും കുളം, അവന്റെ ബിസിനസ്സും കുളം, പിന്നെ എന്റെ ബിസിനസ്സും കുളം. ഫോക്കസ് ഓൺ യുവർ ബിസിനസ്. ഫോക്കസ് ഓൺ ഓൺലി യുവർ ബിസിനസ്. മറ്റുള്ളവരുടെ ബിസിനസ്സിലേക്ക്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തലയിട്ട് നോക്കാണ്ടിരിക്കുക. ലുക്ക് ഓൺ യുവർ ബിസിനസ്. ഹൗ യു ക്യാൻ ബിൽഡ് ഇറ്റ്. നിങ്ങൾക്ക് എങ്ങനെ, എനിക്ക് എങ്ങനെ എൻ്റെ ബിസിനസ് ബിൽഡ് ചെയ്യാം, അത് മതി. ദാറ്റ്സ് ഇനഫ്. അതിന് തന്നെ ഇവിടെ സമയമില്ല. 2 കോടി ഫാമിലി കാത്തിരിക്കുക. ഇവിടെ ആകെപ്പാട് 5000 10,000 എത്ര മുത്തി സാർ പറയാറ്? 50,000 കുടുംബങ്ങളിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇത്രയും കാലമായി എത്ര കുടുംബങ്ങൾ, അല്ലെ ഗിരീഷ് സാർ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എത്ര കുടുംബങ്ങളിലേക്ക് എത്തിപ്പെടാനുണ്ട്. എത്രയോ പാവങ്ങൾ ആ അഡൾട്ടഡ് ആയിട്ടുള്ള എണ്ണയൊക്കെ വാങ്ങി 500ഉം 600ഉം ഒക്കെ കൊടുത്ത് വാങ്ങി. അവർക്ക് അറിയില്ല നമ്മളെ ഈ സാധനം ഉണ്ട്. ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങി നോക്കൂ, 10 പേരോട് വിളിച്ചിട്ട് ആർസ്യം എണ്ണ കൊടുക്കാണ്ട് ഇതേത് വട്ടം പോകുന്നത്. അത്ര പോലും ആർസ്യം നമ്മുടെ നാട്ടിലൊന്നും പ്രചരണമായിട്ടില്ല. ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഒരു ബോക്സ് വാങ്ങണം. ദാറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ്. 1 ബോക്സ് വാങ്ങി ഇന്ന് കാര്യമാക്കിയിട്ട് വീട്ടിൽ പോകുന്നത്. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞേ, എടീ ഞാനിന്ന് അല്ലെങ്കിൽ ഭർത്താവിന് എടാന്ന് വിളിക്കാം, സോറി, ഞാൻ ഇന്ന് എൻ്റെ 1 ബോക്സ് എണ്ണ കാര്യമാക്കിയിട്ട് വീട്ടിൽ വരുന്നുള്ളൂ. പറയാമോ? ആ എസ് ഒന്നും ഒരു സുഖമില്ലല്ലോ. നമ്മൾ ഇന്ന് 1 ബോക്സ് എണ്ണ കാര്യമാക്കിയിട്ട് വീട്ടിൽ പോകുന്നുള്ളൂ. എണ്ണ ഉണ്ടോ? ഇനിയിപ്പോ നാളെ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരും. എണ്ണ ഉണ്ടോ? കിട്ടാനുണ്ടോ? ഇന്ന് കമ്മിറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾക്ക് എല്ലാം 1 ബോക്സ് എണ്ണ വെച്ചിരുന്നു. അത് നോബൽ സാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെയോ? അവിടെ എത്തിക്കും, കാശ് ഏൽപ്പിക്കും. വരും സാർ, കാശ് കൊടുക്കും. 1 ബോക്സ് എണ്ണയുടെ അവിടെ കൊടുക്കും.
സാറിന് ഒരു ബോക്സ് എണ്ണ ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യും. വേറെ ആർക്കെങ്കിലും എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പേയ്മെന്റ് കൊടുത്താൽ ഇപ്പൊ തന്നെ ഒരു ബോക്സ് എണ്ണ ഇവിടെ കിട്ടും. ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാം. ഇപ്പൊ സ്പോട്ടിൽ ആരൊക്കെയാണ് ഇതിന്റെ ചാലഞ്ച് ഒക്കെ എടുക്കുന്നത്? വിത്ത് ബിൽ 12 സ്പോട്ടിൽ ബില്ലടിച്ച് ഇപ്പൊ ബോക്സ് വീട്ടിൽ സാർ ഇരിക്കുന്നുണ്ടോ? വെറുതെ എന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചോദിച്ചല്ലേ? ശരി, ഓക്കെ. അപ്പോ ഫോക്കസ് ഓൺ യുവർ ബിസിനസ്. ഒരു ലീഡറിന് വേണ്ട 2 ക്വാളിറ്റിയാണ്. 2 ക്വാളിറ്റീസ്. നമ്പർ 1, ഒരാൾക്ക് നമ്മളെ പിടിച്ചു കുലുക്കാൻ പാടില്ല. നമ്മൾ അവസരം കൊടുക്കരുത്. കപ്പൽ മുങ്ങണമെന്നുണ്ടെങ്കിൽ കപ്പലിന്റെ ഉള്ളിൽ വെള്ളം കയറണം, അല്ലാതെ കപ്പൽ മുങ്ങൂലെന്ന് പറയും. നമ്മുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവും കയറാൻ പാടില്ല, ഒരു കമ്പനിയും കയറാൻ പാടില്ല. ആരുടെ നോയും ആരുടെ ഒബ്ജക്ഷൻസും റിജക്ഷൻസും നമ്മൾ ഒരു രീതിയിലും എഫക്ട് ചെയ്യാൻ പാടില്ല. നമ്മളെ എങ്ങനെ ആർസ്യം സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ബാബു സർ വന്ന് പറഞ്ഞു ഇവിടെ പാപ്പാട് ഭയങ്കര കഷ്ടപ്പാട്, രമ്യ വന്നിട്ട് അതിൻ്റെ ഒപ്പയാണ് സപ്പോർട്ട്. ആകപ്പാട് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. ആർസ്യമിന് ഒരു കഷ്ടപ്പാടും ഇല്ല. സത്യം പറഞ്ഞാൽ എത്ര സുഖം. യൂസ് ഇറ്റ്, പ്രൊമോട്ട് ഇറ്റ്. യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? മറ്റുള്ളവരോട് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ? അവര് വാങ്ങുന്നില്ല എന്നുള്ള ടെൻഷൻ മാത്രമേ നമുക്കുള്ളൂ. അതിനാ ടെൻഷൻ അടിക്കുന്നത്. അവർക്ക് അനുഗ്രഹം കുറവാണ്. എന്തോ പാപം ചെയ്ത് കൂട്ടിയിട്ടുണ്ട് മനുഷ്യൻ. ആ പാപത്തിന്റെ പാപമൊക്കെ തീർന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എനിക്കിതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ തീരുമാനിച്ചു ഇയാൾ എന്തോ ജീവിതത്തില് ആരെയൊക്കെയോ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ അയാളുടെ ആ പാപമൊക്കെ ഒന്ന് ക്ലീനായി അയാളെ കൊണ്ടുപോയിട്ട് ഗംഗയിൽ മുക്കി ഇങ്ങെടുക്കും. എന്നാലെങ്കിലും മാറിക്കിട്ടെങ്കിലും ഓക്കെ. യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് പ്രൊമോട്ട് ദ പ്രോഡക്റ്റ്. ദിവസവും എവ്രി ഡേ ഒരു 10 മണിക്കൂർ ആർസ്യമിന് വേണ്ടി മാറ്റിവെക്കണം ഫോർ ഫുൾ ടൈമേഴ്സ്. നിങ്ങൾ ആർസ്യമാണ് എന്റെ ജീവിതം, ആർസ്യമിന് വേണ്ടി എന്റെ ജീവിതം ഒഴിഞ്ഞു മാറ്റി വെച്ചിരിക്കാന്ന് വിചാരിച്ചാൽ യു ഷുഡ് ടേക്ക് ഔട്ട് യുവർ 10 hours എവ്രി ഡേ. 10 മണിക്കൂർ. എന്താ ജോലി? 10 മണിക്കൂർ. See the people, sell the products. See the people, sell the products. Share the products. Experience എല്ലാ ദിവസവും. See maximum number of people. എത്ര പേരെ ഒരു ദിവസം കാണാം അത്ര ആളുകളെ കാണും. See the people and sell the products. പ്രോഡക്റ്റ് കൊടുത്തോണ്ടേയിരിക്കുക. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when you sell the product, സെല്ല് ചെയ്യുന്ന സമയത്ത് you should make it a point, സെല്ലിന്റെ കൂട്ടത്തിൽ you should always add follow up. Sell the product and follow up. അതൊരു കോംബോ ആണ്. കോംബോ. when you sell a product, അത് അപ്പൊ തന്നെ ആർക്കാണ് പ്രോഡക്റ്റ്, എന്നാണ് കൊടുത്തത്, എന്തൊക്കെ പ്രോഡക്റ്റ് കൊടുത്തു, യു ഷുഡ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ രജിസ്റ്റർ. ആർക്കാ കൊടുത്തത്, എവിടെയാ കൊടുത്തത്, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ, എന്ന് കൊടുത്തു, എന്തൊക്കെ പ്രോഡക്റ്റ് കൊടുത്തു, എത്ര കാശ് വാങ്ങി, ഏത് കാശിനാണ് കൊടുത്തത്. യു ഷുഡ് ഹാവ് രജിസ്റ്റേർഡ് ഇറ്റ് ഇൻ യുവർ ഡയറി, അല്ലെങ്കിൽ രജിസ്റ്റർ നോട്ട് ചെയ്യണം. ആഫ്റ്റർ സെല്ലിംഗ് ആൻഡ് ആഫ്റ്റർ 1 or 2 days ഫോളോ അപ്പ്. എന്താ ഫോളോ അപ്പ് ചെയ്തിട്ട് ചോദിക്കേണ്ടത്? ഞാൻ അന്ന് സാറിന് തന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോ, ഞാൻ തന്ന ബുക്ക് വായിച്ചോ, ഞാൻ ഗാമ ഓറിജിനലിന്റെ ബുക്ക്ലെറ്റ് വായിച്ചോ, ലീഫ്ലെറ്റ് വായിച്ചോ, ഓയിലിനെ പറ്റി പഠിച്ചോ, മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് തന്നിട്ടുണ്ടല്ലോ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് അതിൽ വരുന്നുണ്ട്, എനിക്ക് ആ പ്ലാൻ ബുക്ക് തിരിച്ചു വേണം. ഫോളോ അപ്പ്. സെൽ ദ പ്രോഡക്റ്റ് ആൻഡ് ഫോളോ അപ്പ്. സെയിൽസ് മാത്രം ചെയ്ത് നടക്കരുത്. സെയിൽസ് മാത്രം ചെയ്ത് നടന്നാൽ മണ്ണും ചാരി നിൽക്കുന്നവൻ കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് കരയും, സാറേ ഞാൻ അയാൾക്ക് പ്രോഡക്റ്റ് കൊടുത്തതാ, സാറേ ഞാൻ അയാൾക്കാരോ പോയി. സെൽ ദ പ്രോഡക്റ്റ് ആൻഡ് ഫോളോ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരും, ഗിവ് മീ ദ ഫീഡ്ബാക്ക്. എനിക്ക് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞു തരണം. ഓയിൽ ഉപയോഗിച്ചോ, എണ്ണ ഉപയോഗിച്ചോ, ചായപ്പൊടി ഉപയോഗിച്ചോ, പേസ്റ്റ് ഉപയോഗിച്ചോ, ഹൗ വാസ് ഇറ്റ്? ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്. എന്തെങ്കിലും അവിടെ വലിക്ക് കയറി ചെല്ലാൻ വേണ്ടി എന്തെങ്കിലും അവിടെ കൊടുക്കണം. ഒരു പ്ലാൻ ബുക്കോ, ലീഫ്ലെറ്റോ, ആൽബമോ, എന്തെങ്കിലും സംതിങ്. റൈറ്റ്? കറക്റ്റ് അല്ലേ നോബിൾ സർ? കൊടുക്കണം. കൊടുത്ത് അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ either that person will repurchase or that person will join. ഒന്നെങ്കിൽ ആ പേഴ്സൺ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അദ്ദേഹം
വീണ്ടും നമ്മളോട് പ്രോഡക്റ്റുകൾ വാങ്ങും. അതല്ലെങ്കിൽ അദ്ദേഹം ആർസിഎമ്മിൽ ഒരു എൻട്രി എടുക്കും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സെയിൽസ് ചെയ്യുന്നത്. അത് ഫോളോ അപ്പിൽ കൂടി മാത്രമേ കിട്ടുള്ളൂ. 90% of your business, 90% of your business grows with follow up. Sales is 10%. Sales, selling, ആളുകളെ കണ്ടു, പ്രോഡക്റ്റ് കൊടുത്തു, only 10%. What is 90%? Follow up. നമ്മൾ വീണ്ടും അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഫീഡ്ബാക്ക്, ഹൗ വാസ് ഇറ്റ്? സാറിന് വീണ്ടും പ്രോഡക്റ്റ്, വീണ്ടും ഒരു 10,000-2,000 രൂപയുടെ പ്രോഡക്റ്റ് അദ്ദേഹത്തിന് മുന്നിൽ നിരത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവും ഇയാൾ ഉടനെ ഒന്നും വിടൂല. അതിനകത്തുനിന്ന് 1-2 പ്രോഡക്റ്റ് വീണ്ടും പിക്ക് ചെയ്യും. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം. സാർ വേണമെങ്കിൽ ഒരു ഐഡിയ വെച്ചോളൂ, വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത ജീവിതത്തിലെ പാപമെല്ലാം തീർന്നാൽ ഒരു ജോയിൻ വെക്കാം. അദ്ദേഹം ജോയിനിങ് എടുത്താൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവല്ല വേണ്ടേ, അദ്ദേഹത്തിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. Joining the people is not very important. Developing them is important. നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, we try to build the business. നമ്മൾ പലരും ബിസിനസ് ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുക. Don't try to build your business. Try to build your people, the joiners. നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരെ ബിൽഡ് ചെയ്യാം. Build the people. ആളുകളെ ബിൽഡ് ചെയ്യാം. എങ്ങനെ ബിൽഡ് ചെയ്യാം? അവരുടെ കൂടെ പോവുക, അവരുടെ കൂടെയുള്ള ആൾക്കാരെ കാണുക, അവരുടെ കൂടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പോയി ഹോം മീറ്റിംഗ് ചെയ്യുന്നു, അവരെ വിളിച്ചുകൊണ്ട് വന്നു, പിക്കപ്പ് സെന്ററിൽ കൊണ്ടുവരുന്നു, പിക്കപ്പ് സെന്ററിൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നു. 1-2-3 ആഴ്ച അവരുടെ കൂട്ടത്തിൽ അവരുടെ ആൾക്കാരെ മുഴുവൻ കാണുന്നു, അവരോടൊക്കെ സംസാരിക്കുന്നു, അവരുടെ കൂട്ടം നടന്ന് സെയിൽസ് ചെയ്യുന്നു. Continuously working with a person developer. He will transform himself from a consumer attitude to a businessman attitude. അത് ട്രാൻസ്ഫോം ചെയ്തെടുക്കണം. Don't try to build the business, try to build the people, and people will build the business for you. നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ബിസിനസ് എനി ടൈം ഇറ്റ് ക്യാൻ കൊളാപ്സ്. ബട്ട് ഇഫ് യു ബിൽഡ് ദ പീപ്പിൾ വിൽ ഫർദർ ബിൽഡ് ദ ബിസിനസ് ഫോർ യു. കേൾക്കുന്നുണ്ടാ? അപ്പൊ എവിടെയാ ഫോക്കസ് ചെയ്യണ്ടേ? Focus on building the people. Don't focus on building the business. ഈ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് തെറ്റ് ചെയ്യുക. എങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്യാം, അവിടെയാണ് ഈ ക്രോസ് ലൈനിങ്ങും ബൾക്ക് ബില്ലിങ്ങും. എങ്ങനെയെങ്കിലും പിന്നടിക്കുക, എങ്ങനെയെങ്കിലും സ്റ്റാർ ആവുക, എങ്ങനെയെങ്കിലും റോയൽറ്റി അടിക്കുക. അതിന് പോയി ഒരു പാവം പിക്കപ്പ് സെന്ററുകാരന്റെ പാസ്വേഡ് എടുത്ത് അവന്റെ PUCയിലുള്ള സാധനം മുഴുവൻ അടിക്കും. ബില്ല്. യു ആർ ട്രൈങ് ടു ബിൽഡ് യുവർ ബിസിനസ്. You are trying to build your business. It will collapse. It will collapse. Natural growth ന് വേണ്ടി ശ്രമിക്കുക. അടിച്ച് ഊതി വീർത്തി ഇൻഫ്ലേറ്റഡ് ആയി കഴിഞ്ഞാൽ it will burst. പൊട്ടിത്തെറിക്കും. Build it naturally. Right? Hello? Ready ആണോ? ഒരു yes നമ്മൾ പോരല്ലോ. Build it with ethics. ഒരു ലീഡറിന് വേണ്ട ബേസിക് ക്വാളിറ്റി നമ്പർ 3 ഈസ് എത്തിക്സ്. മോറലും എത്തിക്സും പ്രോപ്പർ ആയിരിക്കണം. മോറൽ ആൻഡ് എത്തിക്സ്. മൊറാലിറ്റി, യു ഷുഡ് മെയിൻറ്റെയിൻ യുവർ മൊറാലിറ്റി ആൻഡ് യു ഷുഡ് മെയിൻറ്റെയിൻ യുവർ എത്തിക്സ്. ഒരാളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള PV നമുക്ക് വേണ്ട. ഹലോ? ഒരാളുടെയും ബുദ്ധിമുട്ടിൽ കൂടിയുള്ള PV, ഇൻകം, വരുമാനം വേണ്ട. അങ്ങനെ ബുദ്ധിമുട്ടിച്ചുണ്ടാക്കുന്ന PV കൂടി കിട്ടുന്ന കാശ് എന്റെ വീട്ടിലേക്ക് വേണ്ട. ഒരാളുടെ ടീമിലുള്ള ആളെ മറിച്ച് ചേർത്ത് വരുന്ന PV എനിക്ക് വേണ്ട. അത് എവിടെയാണ് അവർ ചെയ്തോട്ടെ. ഐ ഹാവ് മെനി പീപ്പിൾ. 2 കോടി കുടുംബങ്ങൾ കാത്തിരിക്കുക. 2 കോടി. എങ്ങനെ 400 കോടി വരുമാനം ഉണ്ടാക്കാം? 2 കോടിയിലേക്ക് എങ്ങനെ എത്താം? ട്രെയിനിൽ കയറുക, ഒരു ബോക്സ് എണ്ണയായി. ഹലോ? എഞ്ചിൻ ഡീസൽ അടിക്കാൻ പോകുമ്പോൾ നമ്മളിവിടെ എണ്ണ വെക്കുക. ഫോക്കസ് ഓൺ യുവർ ബിസിനസ്. ഫോളോ അപ്പ്. സെയിൽസ് ചെയ്താൽ ഫോളോ അപ്പ് ചെയ്തിട്ട് അവരെ ഒന്നുകിൽ ജോയിൻ ചെയ്യിപ്പിക്കുക, റീപർച്ചേസ് ചെയ്യിപ്പിക്കുക. ഇത് ഒന്നും ചില ആളുകൾക്ക് കണ്ടമാനം പാവം ജീവിതം ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർ റീപർച്ചേസും ചെയ്യില്ല, ജോയിനിങ്ങും ചെയ്യില്ല. അവരിൽ നിന്നും നമ്മൾ റെഫറൻസ് എടുക്കണം. ടേക്ക് റെഫറൻസ്. 3 റിസൾട്ടാണ് ഫോളോ അപ്പിൽ കൂടി കിട്ടുക. യു വിൽ ഗെറ്റ് 3 റിസൾട്ട്സ്. 3 റിസൾട്ടും 100% റിസൾട്ടാണ്. വെദർ ഹി റീപർച്ചേസസ്, യുവർ ഫോളോ അപ്പ് ഈസ്
100%. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടി. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഐദർ ഹി റീപർച്ചേസസ്, യു ഗെറ്റ് റിസൾട്ട്. ഇഫ് ഹി ഈസ് ജോയിനിങ്, അദ്ദേഹം ജോയിൻ ചെയ്യാൻ തയ്യാറായാൽ യു ആർ ഗെറ്റിംഗ് റിസൾട്ട്. ഇത് രണ്ടും പറ്റൂല എന്ന് പറഞ്ഞാൽ ടേക്ക് റെഫറൻസ്. സാറിന് വേണ്ട എന്ന് മനസ്സിലായി, സാറിന് ഈ നല്ല പ്രോഡക്റ്റ് ഇത്രയും വിലക്കുറവിൽ വാങ്ങൂല എന്ന് സാർ തീരുമാനിച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഇത്രയും നല്ല സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും സാറിന് അറിയോ? നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങണം, ഉപയോഗിക്കണം താല്പര്യമുള്ള ആൾക്കാർ സാറിന് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുമോ? സാറിന് എന്തായാലും വേണ്ട, സാറിന് പുറത്തുള്ള 500 രൂപയുടെ വെളിച്ചെണ്ണയാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ നല്ല സാധനങ്ങൾ കുറച്ച് വിലക്കുറവിൽ, നല്ല ക്വാളിറ്റി സാധനം വിലക്കുറച്ച് വരിക വാങ്ങാൻ താല്പര്യമുള്ള സാറിന്റെ പരിചയത്തിലായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ മണ്ടല്ലേ? അടുത്ത നിങ്ങളെ ഫോൺ കോളിന് മുന്നേ അയാൾ വിളിച്ചിട്ട് പറയും, സാറേ എന്റെ ഐഡിയ കൊണ്ട് ഇട്ടോളാൻ പറയും. ഇനി വന്നിട്ട് ഇന്നുമായി ഓരോ അലമ്പ് വന്ന് തലയിൽ വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹം ജോയിൻ ചെയ്തോളാം. സോ ഫോക്കസ് ഓൺ യുവർ ബിസിനസ്, മെയിൻറ്റെയിൻ യുവർ മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. ആരെയും പറ്റിക്കാൻ നോക്കണം. ആരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെവർ കട്ട്, ഡിസ്കണക്ട്, റിമെയിൻ കണക്റ്റഡ്. റൈറ്റ്? ടീമിൽ നിങ്ങൾക്ക് ആരെങ്കിലും പ്രശ്നമോ ഇഷ്യൂസോ തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പ്രശ്നമല്ല, ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം. ഗെറ്റ് യുവർ സെൽഫ് ട്രീറ്റഡ്. ചികിത്സയ്ക്ക് അണ്ടർഗോ ചെയ്യാനുള്ള സമയം. അപ്ലൈൻ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർഗോ ട്രീറ്റ്മെന്റ്. നിങ്ങൾ ഡൗൺലൈൻ ആയിട്ട് ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർഗോ ട്രീറ്റ്മെന്റ്. ആർക്കാണോ പ്രശ്നം അവരാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. നോട്ട് യുവർ അപ്ലൈൻ, നോട്ട് യുവർ ഡൗൺലൈൻ. അവരവരുടെ പ്രശ്നം. ഇഫ് യുവർ ബിസിനസ് ഈസ് നോട്ട് ഗ്രോയിങ്, നിങ്ങൾ അപ്ലയൻസ് ആയിട്ടിരിക്കുക. ഗെറ്റ് കൗൺസിൽ. എവറിത്തിങ് യുവർ ബിസിനസ് സ്റ്റാർട്ട്സ് ഫ്രം യു. നിങ്ങളുടെ ബിസിനസ് നിങ്ങളിൽ നിന്നാണ് ആരംഭിക്കുക. നോട്ട് ഫ്രം യുവർ അപ്ലൈൻ, നോട്ട് ഫ്രം യുവർ ഡൗൺലൈൻ. ഗെറ്റ് യുവർ സെൽഫ് മെച്ചുവേർഡ്. മാനസികമായിട്ട് മെച്ചുവേർഡ് ആകും. ഫ്രം യുവർ തിങ്കിങ്, യുവർ ആക്ഷൻ, നിങ്ങൾ ചേരുകളെല്ലാം. ആരുമായിട്ട്, ടീമിലുള്ള ആരുമായിട്ടും ഇമോഷണലി കണക്റ്റഡ് ആവാണ്ടിരിക്കുക. ഹലോ, നിങ്ങളുടെ ടീമിലുള്ള ആരുമായിട്ടും ഇമോഷണലി കണക്റ്റഡ് ആവാതിരിക്കുക. ഗെറ്റ് യുവർ സെൽഫ് കമ്മ്യൂണിക്കേഷനലി കണക്റ്റഡ്. ഡോണ്ട് ഗെറ്റ് യുവർ സെൽഫ് കണക്റ്റഡ് ഇമോഷണലി. കണക്ട് യുവർ സെൽഫ് കമ്മ്യൂണിക്കേഷനലി. കമ്മ്യൂണിക്കേഷനിൽ മാത്രമേ നമുക്ക് കണക്ഷൻസ് ഉണ്ടാവുക. ഇമോഷണൽ കണക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ആണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. നേരത്തെ എൻ്റെ വൈഫ് പറഞ്ഞ പോലെ ചേട്ടാനിയന്മാരും ഭാര്യമാരും കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്യൂസ് കൂടുതൽ വരാനുള്ള കാരണം വി ആർ ഓൾ കണക്റ്റഡ് ഇമോഷണലി. ആണോ? ശരിയാണോ? നമുക്കെല്ലാം ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. ഭാര്യയായിട്ടുണ്ട്, മക്കളായിട്ടുണ്ട്, ഭാര്യമായിട്ടുണ്ട്, കുടുംബങ്ങളായിട്ട്, റിലേഷൻസ് ഒക്കെ. നമുക്ക് അവരുമായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം ബിക്കോസ് വി ആർ ഓൾ ഇമോഷണലി കണക്റ്റഡ്. അത് വേണ്ട, ആവശ്യമില്ല. ലെറ്റ് us remain business partners. ഞാൻ നോബൽ സാറും ബിസിനസ് പാർട്ട്നേഴ്സ്, ഞാൻ അർജുനും ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ സുരാജ്? അങ്ങനെയല്ലേ? ലെറ്റ് us remain as business partners. No emotional connections. No emotional connections. പക്ഷേ I should remain connected. How? Communication. നഖം വളർന്ന് വന്നാൽ നഖമാ മുറിക്കേണ്ടത്, വിരൽ മുറിച്ച് കളയരുത്. എപ്പോഴും ഇങ്ങനെ നഖം വളർന്നു വിരലെ അങ്ങ് മുറിച്ച് കളഞ്ഞേക്ക. എന്നും അപ്ലൈനെ കൊണ്ട് പ്രശ്നം. അപ്ലൈനെ മുറിച്ചാൽ കളഞ്ഞേക്ക. ഞാൻ അയാളെ ശരിയാക്കും. ഡോണ്ട് ഡു ഇറ്റ്. എന്താണ് പ്രശ്നം? ട്രീറ്റ് ദ പ്രോബ്ലം. എന്തെങ്കിലും പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അപ്ലൈന്റെ പ്രശ്നമല്ല. ട്രീറ്റ് യുവർ സെൽഫ്. ആർക്കാണ് പ്രശ്നം അവർ ട്രീറ്റ് ചെയ്യണം. റെഡിയാണോ? റെഡിയാണോ? ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുമെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ആവശ്യമില്ല വളർച്ച. എന്നെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇതേപോലത്തെ ഡിസ്കണക്ഷൻസ് ഇൻ ദ ടീം ബിക്കോസ് ഓഫ് സം റീസൺ, നമ്മളെ ടീമുമായിട്ടുള്ള ചെറിയ മിസ്കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് മനുഷ്യന്മാരില്ല, പെർഫെക്റ്റ് അല്ല. there are so lot of minus point. അത് ആരാണോ എനിക്ക് പ്രശ്നം അയാളെ കൊണ്ട് ഇയാളെ കൊണ്ട് പ്രശ്നം എന്ന് പറയുന്നത്, you also have that problem. നിങ്ങളും അങ്ങനത്തെ ഒരു പ്രശ്നക്കാരനോ പ്രശ്നക്കാരിയോ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ, accept everything as it is.
നിങ്ങൾ ആരാണോ നിങ്ങളുടെ കൂടെ വരുന്നത്, ആരുടെ കൂടിയാണോ വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ അവരുടെ പ്ലസും മൈനസും മനസ്സിലാക്കി അവരോട് ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന കഴിവ് നമ്മൾ കൊണ്ടുവരണം. ദാറ്റ് ഈസ് കോൾഡ് മെന്റൽ മെച്യൂരിറ്റി. അങ്ങനെ നമ്മളെ മാനസികമായിട്ട് വികസിക്കുമ്പോൾ, മാനസികമായിട്ട് വളരുമ്പോഴാണ് നമ്മുടെ നമ്മുടെ കൂടെ വളരുക. നമ്മൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗ്രോ മെന്റലി. റൈറ്റ്? വളരണോ? അങ്ങനെ വളരാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെ താല്പര്യമുള്ളവർക്കൊന്നും എണീറ്റ് നിന്നാ നോക്കട്ടെ. വളരാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് എണീറ്റ് നിന്നേ. അങ്ങനെ അവിടെ നല്ലോണം മുന്നോട്ട് നോക്കിക്കോളും. കണ്ണടച്ച് മുന്നോട്ട് നോക്കി നിൽക്കും. കണ്ണടച്ച് മുന്നോട്ട് നോക്കി നിൽക്കും. കയ്യിലുള്ള ബുക്ക്, പെന്ന്, പേപ്പർ എല്ലാം സീറ്റിൽ വെച്ചോളൂ. സ്ട്രൈറ്റ് നിൽക്കും. സ്റ്റാൻഡ് സ്ട്രൈറ്റ്. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒരു നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തോളൂ. 1-2 എടുത്തോ. ഡീപ് ബ്രീത്ത്. ശ്വാസത്തിൽ വന്നാൽ മസിൽ പിടിച്ചൊന്നും ശ്വാസിക്കണ്ട. നോർമലായിട്ട് മതി. നോർമലായിട്ട് ബ്രീത്ത് ഇറ്റ്. ജീവിതത്തിൽ നമ്മൾ RCMൽ ജോയിൻ ചെയ്തു. ഇന്ന് പ്രോഗ്രാം കേട്ടു. ഇതിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറന്നുപോയ കുറേ സ്വപ്നങ്ങളുണ്ട്. ഒരു നല്ല കാർ വാങ്ങണമോ, വീട് വാങ്ങണമോ, സംതിങ്, ഫോറിൻ ടൂർ പോകണമെന്നോ, എൻ്റെ കൂട്ടത്തിലുള്ള കുറെ ഇന്ന് ഇവിടെ നടന്ന പോലത്തെ ഒരു വെൽക്കം എനിക്കും എൻ്റെ ജീവിതത്തിൽ കിട്ടണം. അത് ചിലപ്പോൾ കേരളത്തിലായിരിക്കാം, തമിഴ്നാട്ടിലായിരിക്കാം, കർണാടകയിലായിരിക്കും, ഇന്ത്യയിൽ എവിടെയെങ്കിലും എനിക്ക് കിട്ടണം. ഐ വാണ്ട് ടു ഗ്രോ. ജീവിതത്തിൽ മറന്നുപോയ ചില സ്വപ്നങ്ങൾ ഓർത്തു അല്ലെങ്കിൽ എന്തോ ഒരു സ്വപ്നം. അതുകൊണ്ടാണ് നമ്മൾ RCMൽ വന്നത്. അതുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ ഈ മീറ്റിംഗിൽ വന്നത്. യു ഹാവ് സം ഡ്രീം വിത്തിൻ യു. നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു സ്വപ്നം മനസ്സിലുണ്ട്. ആ സ്വപ്നം ആലോചിക്കും. എന്ത് ജീവിതത്തിൽ എന്ത് ചലഞ്ചസ്, എന്ത് പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ എൻ്റെ ഗോൾ, എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ വ്യതിചലിക്കില്ല. ഐ വിൽ സ്റ്റേ സ്ട്രോങ്. ഐ വിൽ സ്റ്റേ ആസ് എ പില്ലർ. ഞാൻ ഉരുക്ക് പോലെ ഉറച്ചു നിൽക്കും. പ്രശ്നങ്ങൾ വരും. എന്ത് ചാലഞ്ചസ് വന്നാൽ ഐ വിൽ സ്റ്റേ സ്ട്രോങ്. ഉറച്ചു നിൽക്കും. അത് അപ്ലൈനിൽ നിന്നുള്ള പ്രശ്നമായിരിക്കാം, ഓൺലൈൻസിൽ നിന്ന് പ്രോബ്ലം ആയിരിക്കാം, കമ്പനിയിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം, വികസനത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം, എന്തായിരിക്കും, വീട്ടിൽ നിന്നുള്ളതാവാം, വീട്ടുകാരിൽ നിന്നാവാം. Whatever it is, I will stay strong. ഉരുക്ക് പോലെ. Because I have a dream. എനിക്ക് നേടേണ്ടതായിട്ട് ജീവിതത്തിൽ വലുതാണ്. ആയിരക്കണക്കിന് ആളുകൾ പറ്റില്ല, നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉരുക്ക് പോലെ ഉറച്ചു. Because my dream is strong. എൻ്റെ സ്വപ്നങ്ങൾ വലുതാണ്. ഞാൻ RCMന് വേണ്ടിയിട്ട് എൻ്റെ പരിചയക്കുറവ് കൊണ്ടോ എൻ്റെ അറിവ് കുറവ് കൊണ്ടോ ഞാൻ ക്ഷീണിച്ചാൽ, എനിക്ക് തളർച്ച തോന്നിയാൽ, എൻ്റെ സ്വപ്നങ്ങൾ വലുതായതുകൊണ്ട്, എനിക്ക് ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് വലുതായതുകൊണ്ട് ഞാൻ RCMൽ ഉറച്ചു. എത്ര ക്ഷീണിച്ചാലും ആ ക്ഷീണത്തിനെ ഞാൻ എൻകാഷ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ നേടിയെടുത്തിരിക്കുകയും ഞാൻ മുന്നോട്ട് തന്നെ പോകും. എൻ്റെ ക്ഷീണം എൻ്റെ ടീമിനെയോ എൻ്റെ കുടുംബത്തിനെയോ ബാധിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബിക്കോസ് മൈ ഡ്രീം ഈസ് ബിഗ്. എൻ്റെ കൂട്ടുകാരോ കുടുംബക്കാരോ ഞാൻ ഈ ഓയിലും ഉപ്പും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ എന്നെ നോക്കി ചിരിച്ച് കളിയാക്കിയാൽ അതൊന്നും എന്നെ ഒരു ഭാഗത്ത് പോലും യേശില്ല. എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കും. എൻ്റെ അച്ചീവ്മെൻറ്റ്സിൽ ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കും. കളിയാക്കുന്നവരും ചിരിക്കുന്നവരെയും നാളെ ഞാൻ RCMൽ കൊണ്ടുവരും. ബിക്കോസ് മൈ ഡ്രീം ഈസ് ബിഗ്. എൻ്റെ സ്വപ്നങ്ങൾ വലുതാണ്. എൻ്റെ സ്വപ്നങ്ങൾ വലുതായിരിക്കുന്നിടത്തോളം കാലം ഒരല്ലിലും എന്നെ അലട്ടില്ല.
ഞാൻ മുന്നോട്ട് തന്നെ കുതിക്കും. ബിക്കോസ് ദിസ് ഈസ് മൈ ലൈഫ്, ദിസ് ഈസ് മൈ ഡ്രീം. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇന്ന് മാറി നിൽക്കുന്ന ആളുകൾ എന്നോടൊപ്പം നാളെ വന്നുകൊള്ളും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ദിസ് ഈസ് മൈ ലൈഫ്, ദിസ് ഈസ് മൈ ഡ്രീം. ആ സ്വപ്നങ്ങൾ ഒന്നുകൂടി കാണും. RCM ഒരു വലിയ പ്രസ്ഥാനമാണ്. ഈശ്വരൻ്റെ വലിയൊരു അനുഗ്രഹം നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. ആ അനുഗ്രഹം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ കൂടി കാണാൻ ശ്രമിക്കാം. എന്തായാലും അത് നമുക്ക് വന്നു ചേരും. അത്രയും ശക്തമായ ഒരു കമ്പനിയിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. അതെല്ലാം നേടിത്തരാൻ കഴിവുള്ള, കപ്പാസിറ്റിയുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. അതിന് പറ്റിയ പ്രൊഡക്റ്റുകളാണ് നമുക്ക് RCM തന്നിട്ടുള്ളത്. അത്രയും എളുപ്പത്തിൽ നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഉൽപ്പന്നങ്ങൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നങ്ങളെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് കൊണ്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും എന്നെ ഒരു രീതിയിലും അലട്ടില്ല. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ അച്ചീവർ ആകുന്നവരെ, വലിയൊരു സക്സസ്ഫുൾ ആയ ആളാകുന്നവരെ, എന്നെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്ത് അനുമോദിക്കുന്നതുവരെ എൻ്റെ പോക്ക് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കും, ഒരു ശ്വാസം വലിച്ചെടുക്കും. ആ സ്വപ്നങ്ങൾ ഒന്നും കൂടി ആഴത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരുമുള്ള ശക്തി നേടിയെടുക്കാൻ ഓരോരുത്തരും ഓരോ കഴിവാണ്. ഓരോരുത്തർക്കും കഴിവാണ്. ആ കഴിവ് തിരിച്ചറിഞ്ഞ് ഇന്ന് ഒരു ശക്തമായ തീരുമാനം, മുന്നിലുള്ള ഒരു പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കേണ്ട സ്വപ്നങ്ങളുടെ മുന്നിൽ ചെറുതായിരിക്കണം. ആ ഒരു തീരുമാനം നമ്മൾ ഇന്ന് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് കുതിച്ച് പോകാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തത്രയും ശക്തമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി എനിക്ക് പിന്നോട്ട് നോട്ടല്ല. എൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടാളികളെ ഞാൻ ഒന്നിച്ചു ചേർത്ത് പിടിക്കും. അവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് എൻ്റെ അപ്ലൈനിൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, കമ്പനിയുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഒരു ഒഴിവ് കഴിവോ കാരണങ്ങളോ പറയാതെ ഞാനത് ചോദിച്ച് വാങ്ങി അവരെല്ലാം അവരുടെ ജീവിത വിജയത്തിലേക്ക് ഞാൻ കൊണ്ടുപോയിരിക്കും. ഇത് എൻ്റെ പ്രോമിസാണ്. ദിസ് ഈസ് മൈ പ്രോമിസ്, ദിസ് ഈസ് മൈ കമ്മിറ്റ്മെൻറ്റ്. ഒരു ഡീപ്പ് എടുക്കും. കയ്യിലെടുക്കുന്ന ലോവണം ഒന്ന് തിരുമും. കണ്ണിലേക്ക് ആ ചൂട് കണ്ണിലേക്ക് കൊണ്ടുപോകും. മെല്ലെ കണ്ണ് ഓപ്പൺ ചെയ്യാം. Now you are a different person. You have transformed yourself as a new person, new leader. ഇനി വരുന്ന എന്ത് ശക്തിയും നേരിടാനുള്ള കഴിവുള്ള അപ്പൊ ഈ പ്രോഗ്രാമിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീഡർ യങ് സ്റ്റാർ അർജുൻ സാറിനെ ചെയ്തിരിക്കുന്നു. നല്ലൊരു പീസ് ഓഫ്